വെടിനിർത്തൽ ചർച്ചകൾക്കിടെ ഗസയിൽ ശക്തമായ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ഗസ സിറ്റിയിലെ വീടിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ മാത്രം 12 പേർ മരിച്ചു. വെടിനിർത്തൽ ചർച്ചയ്ക്കായി പ്രതിനിധി സംഘത്തെ ഖത്തറിലേക്ക് അയക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. സമാധാന പ്രതീക്ഷകൾക്കിടയിലും കനത്ത ആക്രമണമാണ് ഗസയിൽ ഇസ്രായേൽ സേന നടത്തുന്നത്. ഇന്നു മാത്രം കൊല്ലപ്പെട്ടത് 27 ഫലസ്തീനികൾ. ഡൊണാൾഡ് ട്രംപ് നൽകിയ വെടിനിർത്തൽ സൂചനകൾക്ക് പിന്നാലെ ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് പ്രതിനിധികളെ അയക്കുമെന്ന് അറിയിച്ച ഇസ്രായേൽ ഹമാസ് ആവശ്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ്. ഗസയിലെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വിവിധ വെടിവയ്പ്പുകളിൽ മാത്രം ഇതുവരെ മരിച്ചത് 743 പേർ. വംശഹത്യക്കെതിരെ ലോകത്താകെ നടക്കുന്ന സൈലൻസ് ഫോർ ഗസ ക്യാമ്പയിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ സവിശേഷതകളും സാധ്യതകളും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 9:30 വരെ എല്ലാവരും അവരുടെ ഫോണുകൾ ഓഫാക്കി വെക്കുക, പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചു വെക്കുക, പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള സന്ദേശം വളരെ ശക്തമായി ലോകത്ത് വ്യാപിപ്പിക്കുവാൻ ഇസ്ലാം മതവിശ്വാസികളുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പള്ളിയായ ജെറൂസലമിലെ അൽ അക്സയ്ക്ക് നേരെ തീവ്ര ജൂത സംഘാംഗങ്ങൾ കല്ലെറിഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, മീഡിയ 1.